ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിരവധി രോഗികളാണ് കരൾ രോഗ സംബന്ധമായും വൃക്കരോഗ സംബന്ധമായുമുള്ള അസുഖങ്ങൾ കാരണം മരണപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസ് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ഇത്തരം അസുഖങ്ങൾക്കുള്ള ചികിത്സാ മാർഗം അവരുടെ അവയവം മാറ്റിവെക്കുക എന്നുള്ളതാണ്. അപ്പം അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അഥവാ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലൂടെ ഇത്തരം രോഗികൾക്ക് ഒരു പുതുജീവൻ സാധ്യമാകുന്നതാണ്. നിരവധി രോഗികളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലൂടെ പുതിയൊരു ജീവിതം കിട്ടി വളരെ സുഖകരമായ ജീവിതം നയിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്കും അതിൻ്റെ ചികിത്സയ്ക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള അവയവങ്ങൾക്കുള്ള ഒരു ലഭ്യത കുറവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമുക്ക് എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓർഗൻ ഡൊണേഷൻ അഥവാ അവയവദാനം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആക്സിഡൻറ്റുകളിലൂടെയോ മറ്റ് കാരണങ്ങളിലൂടെയോ മരണം സംഭവിച്ച അഥവാ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ആളുകൾക്ക് അവരുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത്തരം അവയവദാനം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരം അവയവദാനങ്ങളിലൂടെ ഒരുപാട് പേർക്ക് നമുക്ക് പുതുജീവൻ പ്രദാനം ചെയ്യാൻ കഴിയും. ഒരാളിൽ നിന്നെടുക്കുന്ന അവയവങ്ങളിലൂടെ 8 പേർക്കെങ്കിലും പലതരത്തിലുള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സാ മാർഗങ്ങളായി അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ അവയവദാനം എന്നുള്ള ആ ഒരു പ്രക്രിയ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഓരോരുത്തരും അവയവം ദാനം ചെയ്യുന്നതിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും കാരണത്താൽ ഈ തരത്തിലുള്ള ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അവരുടെ അവയവം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ ആ അവയവങ്ങൾ ജീവിക്കുന്നതിനുള്ളൊരു സാഹചര്യം ഒരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും മറ്റ് രോഗികളോട് ചെയ്യുന്ന ഒരു കടമയാണ്. അത് ചെയ്യേണ്ടത് ആവശ്യമാണ്.